മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ ആണ് ഈ സംവാദ പരിപാടി നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ തയ്യാറെടുക്കുന്നത്. പ്രത്യേകിച്ച് 4 ദിവസം കൂടിയാണ് ഇനി കേരളം എത്താൻ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതാ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടം വിഷയമടക്കം കത്തി നിൽക്കുന്ന സമയം കൂടിയാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 3 ദിവസമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ നാട് വലിയ നേട്ടങ്ങളുടെ ഉയരങ്ങളുടെ ഒരു സുപ്രധാനമായ അടിത്തറ അത് അധികാര വികേന്ദ്രീകരണമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണത്. പ്രാദേശിക സർക്കാരുകൾക്ക് പണവും അധികാരവും നല്ല നിലയിലാണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്. നമുക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ കാഴ്ചപ്പാടാണുള്ളത്. അധികാര വികേന്ദ്രീകരണം നല്ല രീതിയിൽ ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായി നാടിൻ്റെ പുരോഗതിയുടെ ചാലകശക്തിയാക്കി പ്രാദേശിക സർക്കാരുകളെ മാറ്റുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ കഴിഞ്ഞ നവംബർ 1 പ്രഖ്യാപിക്കപ്പെട്ട അതിദാരിദ്ര്യമുക്ത അവസ്ഥയാണ്. സർക്കാരത് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ആ നേട്ടം നമുക്ക് നേടാൻ കഴിഞ്ഞത് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായാണ്. ഓരോ തദ്ദേശഭരണ സ്ഥാപനവും നല്ല ആരോഗ്യകരമായ മത്സരമാണ് അതത് സ്ഥലത്തെ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി നടത്തിയത്. ഇതുപോലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശാക്തീകരിക്കുക എന്നത് തന്നെയാണ് നാം കാണുന്നത്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ, രാജ്യത്തിൻ്റെ സാഹചര്യത്തിൽ മതനിരപേക്ഷത, ഫെഡറൽ സംവിധാനം ഇവയെല്ലാം സംരക്ഷിക്കപ്പെടൽ വളരെ പ്രധാനമാണ്. അതിന് ഒട്ടേറെ വെല്ലുവിളികളാണ് രാജ്യമിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കൃത്യമായ ബദൽ പരിപാടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇടതുപക്ഷവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രവർത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റേതായ ഒരു പ്രത്യേകത, സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ബദൽ നയങ്ങൾ മതനിരപേക്ഷതയുടെ
മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് കൂടുതൽ കരുത്തു പകരുന്നവയാണ്. അതിൻ്റേതായ പ്രത്യേകത നമ്മുടെ നാടിനുണ്ട്. അത് രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കേരളത്തിൻ്റെ ഈ പ്രത്യേകത അംഗീകരിക്കുന്നതുമാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഉള്ള സമീപനമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ സ്വീകരിക്കേണ്ടത് എന്നതാണ് പൊതുവെ മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന. ഇപ്പോൾ ഇവിടെ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നഗരത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആളുകളുടെ കൺമുന്നിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ആ മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. സാധാരണ വികസനമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നഗരത്തിൻ്റെ വികസനത്തെയും നേരിട്ട് സ്പർശിക്കുന്ന മാറ്റമാണ് കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഇതെല്ലാം കേരളത്തിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ രാജ്യത്തെ മറ്റ് പല സംസ്ഥാനങ്ങളും അവിടങ്ങളിൽ ഇത് പകർത്തുന്നതിന് വേണ്ടിയുള്ള ബന്ധപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പോലും വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങൾ ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയുമാണ്. നമ്മുടെ വലിയ തോതിൽ അഭിമാനമായി മാറിയ ഒട്ടേറെ പദ്ധതികൾ ഈ നഗരത്തിൻ്റേതായി സ്വന്തമായിട്ടുണ്ട്. അതിലൊന്നാണ് വിശപ്പ് രഹിത നഗരമെന്ന സ്വപ്നം സമൃദ്ധിയറ്റ് കൊച്ചി എന്ന ജനകീയ ഭക്ഷണശാലയിലൂടെ യാഥാർത്ഥ്യമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചേരികളിൽ ജീവിതം നയിച്ചിരുന്ന, അങ്ങേയറ്റം ദുരിതപർവം താണ്ടിയിരുന്ന തുരുത്തിയിലെയും PNT കോളനിയിലെയും സഹോദരങ്ങൾക്കായി ആധുനിക സൗകര്യങ്ങളുള്ള ഫ്ലാറ്റുകൾ ഉയർന്നത് നാം കണ്ടതാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സ്മാർട്ട് റോഡുകൾ, മൂന്നാമത്തെ റോറോ വെസൽ, തമ്മനം പുല്ലേപ്പടി റോഡ് വികസനം ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കൊച്ചിയുടെ ശാപമായി നിലനിന്നതായിരുന്നു വെള്ളക്കെട്ട്. അതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞു. മാലിന്യ മല തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് നീക്കം ചെയ്ത് നമ്മുടെ ബ്രഹ്മപുരത്തെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവന്നതും, അതേപോലെ തന്നെ എറണാകുളം മാർക്കറ്റിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമൊക്കെ
അങ്ങേയറ്റം ആഹ്ലാദത്തോടെയാണ് ആളുകൾ കാണുന്നത്. എം കെ അർജുനൻ മാസ്റ്റർക്കും മഹാകവി ജി ശങ്കരക്കുറുപ്പിനും ഉചിതമായ സ്മാരകങ്ങളൊരുക്കി സാംസ്കാരിക രംഗത്തും കൊച്ചി വളരുകയാണ്. ആധുനിക നഗരങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കാൻ സാധിക്കും വിധം കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നേറുകയാണ്. നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ സ്വാഭാവികമായും പറയാനുണ്ട്. പക്ഷേ ഈ ആമുഖത്തിൽ അതിലേക്കാകെ ഞാനിപ്പോൾ കടക്കുന്നില്ല. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. അതുകൊണ്ട് അതിനുള്ള അവസരം കുറക്കേണ്ടതില്ല എന്നതുകൊണ്ട് ആമുഖം ഞാനിവിടെ ചുരുക്കുകയാണ്.